മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക്. ശരത് പവാറിന്റെ NCP ഇന്ത്യ സഖ്യം വിടുന്നു. NDAയ്ക്കൊപ്പമുള്ള അജിത് പവാർ NCPയുമായുള്ള ലയനത്തിന് നീക്കം. പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് NCPയുടെ നീക്കം. അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയവും സുപ്രിയ സുലെ കേന്ദ്രത്തിലും പ്രവർത്തിക്കാൻ ധാരണ. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത്, നമുക്കറിയാം ഇന്ത്യ സഖ്യം തുടക്കം മുതൽ ഭിന്നത രൂക്ഷമാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ തകർച്ചയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത് പവാറിന്റെ NCP ഇന്ത്യ സഖ്യം വിടുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് നടന്ന മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അതിൽ ഉദ്ധവ് താക്കറെ നയിച്ചിരുന്ന ശിവസേന പിളർന്ന് മാറി NDAയ്ക്കൊപ്പം വരുന്ന കാഴ്ച നമ്മൾ നേരത്തെ തന്നെ കണ്ടു. അതോടൊപ്പം തന്നെ NCPയിൽ വലിയ പിളർപ്പുണ്ടായി. അതും പിളർന്നു മാറി. ഒരു വിഭാഗം ശരത് പവാറും ഒരു വിഭാഗം അജിത് പവാറും ഒക്കെയായി മാറുന്ന കാഴ്ച കഴിഞ്ഞതിന് മുൻപത്തുള്ള തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ആ പ്രശ്നം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന NCP ശരത് പവാർ വിഭാഗം അവിടെ നിന്നും വഴിപിരിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ NCP ശരത് പവാർ വിഭാഗം NCP അജിത് പവാർ വിഭാഗത്തിനൊപ്പം ലയിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഇന്ത്യ മുന്നണി വിട്ട് പുറത്തു വരാനാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടക്കുന്നത്. പാർട്ടിക്കുള്ളിൽ NCPക്കുള്ളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഫോർമുല എന്നാൽ അത് അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയവും സുപ്രിയ സുലെ കേന്ദ്ര തലത്തിലുള്ള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും നോക്കട്ടെ എന്നുള്ളതാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോർമുല. 2026 രാജ്യസഭാ കാലാവധി കഴിയുന്നതോടെ ശരത് പവാർ സജീവ രാഷ്ട്രീയം വിടുകയും ചെയ്യും. തുടർന്ന് അജിത് പവാർ ആയിരിക്കും NCPയെ ഒറ്റക്കെട്ടായി മാറുന്ന NCPയെ നയിക്കാൻ പോകുന്നതും. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണി സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് എതിർത്തിട്ടും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രാജ് താക്കറെ ഒപ്പം കൂട്ടി ഉദ്ധവ് താക്കറെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറ്റൊരു സ്ഥലത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഹാവികാസ് അഘാഡി എന്ന മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യ സഖ്യം പൂർണ്ണമായും തകർന്നടിയുന്ന ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകുന്നു എന്ന സുപ്രധാന വിവരമാണ് ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് പങ്കുവച്ചത്.